ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതൊക്കെ കളയോ തൊലി? അമ്മച്ചി മീനെ വെട്ടാൻ പോവാ. ഞാൻ പുളി ഇന്നോണ്ടിരിക്കുക കണ്ടോ. വയസ്സ് പൊളി തിന്നോണ്ടിരിക്കുകയാണ്. മീൻ പുളി തിന്നെ പുളി തിന്നെ തിന്നെ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചൂരയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കുറച്ചൊന്ന് ചതഞ്ഞതാണ്, എന്നാലും ഞാൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഈ മീനൊക്കെ വെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ തിന്നണമെങ്കിൽ എന്തായാലും ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഏട്ടനിങ്ങനെ ഉള്ള വലിയ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചൂര ഇഷ്ടമാണ്. അപ്പം നമ്മളങ്ങനെ എന്നും ഒന്നും മീൻ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുകണക്കുള്ള മീനൊക്കെ വാങ്ങിച്ച് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ കറി വെച്ച് കഴിക്കാറ്. അപ്പോൾ ഏട്ടൻ 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു വെട്ടാൻ. പിന്നെ ഒരു ശകലമൊന്ന് നൊന്തതാണ്, അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ. അതിൻ്റെ മാംസമൊക്കെ കുറേയൊക്കെ ഇളകിപ്പോയി. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് പാട് കിട്ടും. അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഇളക്കണമെങ്കിൽ കുറച്ച് പാടല്ലേ. പിന്നെ തൊലി എടുക്കാൻ എനിക്കൊന്നും വലിയ പാടില്ലായിരുന്നു. അപ്പോൾ നല്ല വലിയ 2 ചൂരയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഞങ്ങളങ്ങനെ എല്ലാ മീനൊന്നും ഇതിൻ്റെ കണ്ണി ഞാനങ്ങ് എടുത്ത് കളഞ്ഞടേ തലയുടെ. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ വൈശിക ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കൊണ്ട് കിടത്തി ഉറക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി വെക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് പാപ്പ ഭയങ്കര ബഹളവും ഭയങ്കര കരച്ചിലും ഒക്കെ ആവും. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ പുള്ളിക്കാരി കൈവച്ചിട്ട് തന്നെയാണ് മിക്കവാറും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം 2 കൈയും വേണ്ടുന്നതൊക്കെ ഏട്ടൻ്റെ കയ്യിലോട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് പിന്നെയും ചെയ്യുക, പിന്നെയും കൊടുക്കുക, പിന്നെയും ചെയ്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും വേളം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് കിടത്തി ഉറക്കി. അപ്പോൾ നമ്മൾ ചൂര കറിയാണ് കേട്ടോ വെച്ചത്. മുളക് വെച്ചിട്ടുള്ള കറിയാണ്. കറിയും മീൻ വറുത്തതും പിന്നെ കുറച്ച് സലാഡും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ചീനി വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിക്കുന്ന ദിവസമൊക്കെ മിക്കവാറും ഏട്ടൻ ചീനിയും കൂടെ വാങ്ങിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചീനി വാങ്ങിക്കും. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. അപ്പം വൈഷുവിന് പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് നല്ല പനിയായപ്പം ആദ്യത്തെ ദിവസം നല്ല ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചൂടൊക്കെ കയറിക്കൊണ്ട് ശ്വാസം മുട്ടലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവൾക്ക്. അപ്പം വലിയ പനി മൂക്കൊലിപ്പ് അങ്ങനെയൊന്നും വലുതായിട്ടില്ല, പക്ഷെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലാണ് കേട്ടോ വൈഷുവിനെ കൊണ്ടുപോയത്, പ്രാണയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലൊക്കെ ക്യാനുലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ ആവി കൊടുക്കണം, 2 നേരം ആവി കൊടുക്കണം. അപ്പം അങ്ങനെ 3 ദിവസം ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീഡിയോ എടുക്കണം എന്നൊന്നുമുള്ള ഒരു ഇതില്ല. എന്ന് വെച്ചാൽ വയ്യ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അസുഖം മാറ്റണം എന്നൊക്കെയുള്ള ചിന്തയിലേ നമുക്ക്. അപ്പോൾ വീഡിയോ എടുക്കണോ ഒന്നും അറിയത്തില്ല. ശരിക്കും ഫോൺ പോലും എടുക്കാണ്ടാണ് പോയത്. അപ്പം പിന്നെ പിറ്റേന്ന് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവൾ നല്ല റെഡിയായി, ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായി, ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ കുഞ്ഞുവാവയും കൂടി ഉള്ളതുകൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട, അടുത്ത് തന്നെയല്ലേ വീട്, അപ്പോൾ പോയിട്ട് വന്നാൽ മതി,
അപ്പോൾ രാവിലെയും വൈകിട്ട് വന്ന് ഇഞ്ചക്ഷൻ എടുക്കണം, ആവിയും കൊള്ളണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഓക്കെ കുഴപ്പമില്ല, അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകാറ്. അപ്പോൾ അവർ പറഞ്ഞത് 8 മണിക്ക് പോകാനാണ്. അപ്പം വൈകിട്ട് അന്നേരം 8 മണിയാകുമ്പോഴത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ നേരത്തെയൊക്കെ ഉറങ്ങുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇവർ പിന്നെ 12 മണി വരെ ഉണർന്നിരിക്കുന്ന ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ 10 മണിയാകുമ്പോഴാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം ഒതുക്കി വെച്ചിട്ട് പോകാമെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്ക് പോകാമെങ്കിൽ കാര്യം നടത്തിയിട്ട് വരാമല്ലോ. അപ്പോൾ പിന്നെ രാത്രിയിൽ ഏട്ടൻ വന്നിട്ട് അല്ലേ നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായി നിൽക്കും. അങ്ങനെ ഞങ്ങൾ രാത്രിയിലാണ് പോകുന്നത് മിക്കവാറും. 10 മണിയാവാറാകുമ്പോഴത്തേക്കാണ് കേട്ടോ പോകുന്നത്. പോയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ 1 മണിക്കൂറിനകത്ത് നമ്മൾ തിരിച്ചു വരും. അങ്ങനെ വന്നിട്ട് പിന്നെയാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈശുവിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കയ്യിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിലും ക്യാനുവൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കാറാണ് കേട്ടോ പതിവ്. പക്ഷേ വൈശുവിന് അത് ഇട്ടപ്പോൾ തൊട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പഠിക്കാൻ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എഴുതണ്ടാന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഇങ്ങനെ വളച്ചൊക്കെ എഴുതണ്ടേ. അപ്പം പേന തട്ടിയിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് എഴുതണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് പെയിൻറ്റ് അടിച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ വെച്ച് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ആക്കിയാൽ മതിയല്ലോ, അപ്പം വലിയ കുഴപ്പമില്ല, കയ്യിൽ അങ്ങനെ അധികം തട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പെയിൻ്റ് അടിക്കുന്ന സംഭവമൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ ഇരുന്ന് പെയിൻ്റ് അടിക്കുകയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫുൾ ടൈം ഇതാണ് പരിപാടി, പെയിൻ്റ് അടി. പിന്നെ ബുക്ക് എടുക്കും, എഴുതും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അല്ലാത്ത സമയത്ത് എഴുതുമെന്ന് പറഞ്ഞാൽ എഴുതത്തില്ല. പക്ഷേ ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരി ഇപ്പം ആ കൈ വെച്ച് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാലോ. അപ്പോൾ ചിലപ്പോൾ ഈ ബ്ലഡൊക്കെ എന്തെങ്കിലും പുറത്തോട്ടൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പേടിയാണ്. ഞാനങ്ങനെ എഴുതാൻ സമ്മതിക്കാറില്ല കേട്ടോ. അപ്പം ഇങ്ങനെ പെയിൻ്റ് അടിക്കും പുള്ളിക്കാരി ഇരുന്ന്. പെയിൻ്റ് അടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാനേ ടിയാമോടെ വീഡിയോ കണ്ടിട്ടുണ്ട്. ദേവു ചേച്ചി പെയിന്റ് അടിക്കുന്നത്. കുത്തി കഴിക്കാതെ വെള്ളം തൊട്ട് തേക്ക്. തുണിയുന്ന അവിടെ വെച്ചാരാ. വെള്ളം തൊട്ട് തേക്ക്, കുത്തി കഴിക്കാതെ പതുക്കെ എടുക്ക്. എൻ്റെ കളറുകളെല്ലാം കുളവാക്കാണ്ട് ഒരുത്തിരുന്ന് കാണിക്കുന്ന കണ്ടില്ലയോ. എൻ്റെ പൊന്ന് വായി വെക്കല്ലേ. എൻ്റെ പൊന്നു വയസ്സിക്ക് നീ എന്തോ ചെയ്യുന്നേ? എടേ ഇയാളെന്ത് ചോദിച്ചായി ചെയ്യുന്നിരുന്ന്? ഏതാണ്ടൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ എന്തോ ചെയ്ത് വെച്ചേക്കുന്നത്? ഇതൊക്കെ വൈശു പെയിൻറ് ചെയ്തതാ കേട്ടോ. വൈശുവിൻ്റെ പെയിൻറ്റിങ് ആണോ ഇത്? നോക്കി ചെയ്യുന്നത് എങ്ങനെ? വൈശു എല്ലാത്തിനും വെറൈറ്റി പെയിൻറ്റിങ് ഒക്കെ കൊടുക്കുന്നത്. ഇതുണ്ടല്ലേ, കാണിക്കട്ടെ ചേച്ചിയുടെ പെയിൻറ്റിങ്. എന്റെ പെയിന്റിന് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെയോ വരച്ചിടുക. ഇതെന്തോ ഇത്? വീടൊക്കെ കണ്ടോ അല്ലേ? പ്രേതങ്ങളുടെ സിനിമയ്ക്കകത്ത് പെയിന്റിങ് ഉണക്കിയിരിക്കുന്നു. എന്തൊരു പെയിന്റാടി ഇതൊക്കെ? ഇത് മാജിക് എന്നോ? ഇത് ഞാൻ കൊടുത്തേട്ടാ, അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ വായിച്ചു വരച്ചല്ല കളർ കൊടുത്ത്. വലിയ പൂവാന്നല്ലോ. പണിയും പാടി കൊടുക്കാനാരും
അയ്യോ അയ്യോ നമ്മളെ പേര് പറയത്തില്ല. നീ എവിടെയാടി പെയിന്റ് അടിക്കുന്നത് തറയല്ലോ? ഇവള് പെയിന്റ് മിക്സ് ചെയ്യും കേട്ടോ. പെയിന്റ് അവിടെ ദൈവമേ, എൻ്റെ മഞ്ഞ പെയിന്റ് ഇതാ വേറെ ഏതോ കളറാക്കുന്നു. എൻ്റെ കുഞ്ഞു മാവേ, നീ എന്തു ഉണ്ടാക്കുന്നായിരുന്നു? നീ ഏത് കളറാടി? 5. നീ നമ്മുടെ വെറൈറ്റി ബ്ലൂ പച്ച എടുക്കണ്ടേ? പച്ചത്തെ ഏത് കളർ എടുക്കണ്ടേ? പച്ച. പച്ച ഏത് പച്ച എടുക്കണം? കൈ അടിക്കോ? പതുക്കെ ഇളക്ക്. പച്ച കളിക്കണ്ടേ? ഒരു മന്ദൂത്തി. എന്നാ കാപ്പിപ്പൊടി എടുക്ക്. കാപ്പിപ്പൊടി ഏത് കാപ്പിപ്പൊടി? ഇതോ? അല്ല, അതിന്റെ മേളി. മതി, തുടക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇച്ചിരി കളർ എടുക്കുക. അതല്ല, ഇച്ചിരി വെള്ളം തൊട്ട് നനയ്ക്ക്, കുത്തിക്കിടിക്കാതെ. ഇവിടെ എന്തോ ആയി? മിക്സിങ് എല്ലാം കഴിഞ്ഞോ? മിക്സിങ് എല്ലാം കഴിഞ്ഞോ? കൊള്ളാം. എന്തായാലും ഉണങ്ങിയിരുന്ന എൻ്റെ കുപ്പി ഒന്ന് നനച്ചെടുത്ത്. ചെടിയട്ടിക്ക് ഈ കളർ ചെടിച്ചട്ടിയാണോ വരയ്ക്കുന്നത്? നീ അവിടെ ചേട്ടനും കൂടെ വര. മരോ? മഴയോ? എന്തൊക്കെയാണ്? ചേട്ടനെ വരയ്ക്കാനോ? എന്താ ചേട്ടൻ? അത് ഇഷ്ടമുള്ളത് വരാം. ഏത് കളറാ വേണ്ട ചേട്ടൻ വരയ്ക്കാൻ? ഏത്? ഈ ബ്ലൂ? അപ്പം നമ്മൾ വൈകിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല, എടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ വേദന വരുന്നത്. അപ്പം ആദ്യം എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷേ എടുത്ത് തീർന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല വേദനയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ അന്നേരം പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് കരയും കേട്ടോ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ചെന്ന് ഇടിക്കരുതെങ്ങും. എടുത്തില്ല, എടുക്കുന്നേ ഉള്ളു.
ഇപ്പം പോയനെ. ഇല്ല. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ രാവിലെ. അപ്പോൾ വൈശു ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കിയൊക്കെ ഇരിക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ രാവിലെ വന്നപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഊരി കളഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഒരു നേരം കൂടി എടുത്താൽ മതി, അപ്പോഴത്തേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ആ സംഭവം ഊരി കളഞ്ഞു കേട്ടോ. അപ്പോൾ എന്നിട്ട് സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് ഊരി കളഞ്ഞത്. എന്ന് വെച്ചാൽ മരുന്ന് കയറുമ്പോഴത്തേക്ക് നല്ല വേദനയുണ്ട്. മരുന്ന് കയറുമ്പോഴത്തേക്ക് നല്ല വേദനയാണ് കേട്ടോ. അകത്തോട്ട് പോകാൻ വലിയ പാടൊന്നുമില്ല, പക്ഷേ നല്ലതായിട്ട് വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാടായിട്ട് വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞു ഊരാം. അപ്പോൾ വൈകിട്ട് ഒരു നേരത്തെയല്ലേ ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് ട്യൂബ് ഇട്ടിട്ട് ഇഞ്ചക്ഷനും എടുക്കാം. പിന്നെ ബ്ലഡ് എടുക്കണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈഷുവിന് കൗണ്ട് കൂടിയതാണ് കേട്ടോ. WBCയുടെ ഒക്കെ കൗണ്ട് കൂടിയതാണ്, ഇൻഫെക്ഷൻ ഉണ്ടായതാണ് ബ്ലഡിൽ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പനി വരാനുള്ള കാര്യം. മറ്റേത് സാധാ പനിയൊക്കെയാണ് നമ്മൾ സാധാരണ ഹോമിയോയിൽ പോവുക, പനി മരുന്ന് മേടിക്കുക, 2-3 ട്രിപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ അസുഖം ഫുള്ള് മാറും. പക്ഷേ ഇത് ഇത്രയും ഇഞ്ചക്ഷൻ എടുത്തിട്ടും മാറുന്നില്ലായിരുന്നു കേട്ടോ. കൗണ്ട് കുറഞ്ഞെങ്കിലും ഇനിയും കുറയാനുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഒരു 3 ദിവസവും കൂടി നമുക്ക് കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നിട്ടാണ് കേട്ടോ വിട്ടത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിള്ളേക്കാരിരുന്ന് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടിരുന്ന് വീഡിയോ എടുക്കണം. നമ്മൾ യൂട്യൂബിലൊക്കെ കാണത്തില്ല ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്ന കുപ്പിയൊക്കെ ഇങ്ങനെ വറക്കി വെച്ചിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളെന്നെ തനിയെ തന്നെയാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തത്. അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ ദിവസം ദീപാവലി ആയിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഏട്ടൻ വന്നപ്പം പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഭയങ്കര ബഹളം വെച്ചിട്ടാണ് കേട്ടോ, പടക്കം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു രണ്ടുപേരും. അങ്ങനെ ഏട്ടനെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ രണ്ടുപേരും എൻ്റെ അടുത്തോട്ട് പോലും പോയില്ല, ഭയങ്കര പേടിയായിരുന്നു. പടക്കം ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ തന്നെ വാവ പെരയ്ക്കകത്ത് കയറിപ്പോയി. പിന്നെ വൈഷുവും കാതൊക്കെ പൊത്തി നിൽക്കുമായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പാവമുണ്ടോ? പാവമുണ്ടോ? ദിവസം ഇങ്ങോട്ടൊക്കെ വാടി വൈശികേ, ഓടി വാടി. സൗണ്ട് കേൾക്കുന്നു അവിടക്കോ ഒത്തിരി. പിന്നെ ഇവിടെ പടക്കം വേണം, പിന്നെ എന്തൊരു വേളമായിരുന്നു കാണാനാണ്. അവിടെ നിന്ന് കണ്ടോ?
പടക്കത്തിന്റെ അടുത്തോട്ട് വരത്തില്ല, പടക്കത്തിന്റെ അടുത്തോട്ട് വരത്തില്ല, ദൂരെ നിന്നുള്ള പണികളില്. മാറിയിടി പടക്കം വിട്ടോടി. കാറിന്റെ അടിയിലോട്ട് എന്തും കയറി പോയായിരുന്നു, എന്തോ ഇതന്നെയായിരുന്നു. അത് കൈ വെച്ച് പൊട്ടിക്കാതെട്ടാ. എന്തൊരു പോക, അയ്യേ. ആ പുക ഇവിടുന്ന് പോയില്ലടേ. ദൂരെ നിന്ന് കാണാനല്ലേ കൊള്ളാവൂ നിന്നെ. പൈശികെ അങ്ങോട്ട് പോയി പൊട്ടിക്കടി. ഈ പുകയെല്ലാം കൂടെ ശ്വസിച്ച് ചുമക്കുന്നു. കത്തിയില്ലല്ലോ ഇവിടെ ഇപ്പൊ കത്തിച്ചത്. യോ ആ പിന്നെ ഇപ്പൊ പടക്കത്തിന്റെ സൗണ്ട് പോകുള്ളൂ. നേരത്തെ ഇതുപോലെ പോയതാ, ഓടിക്കൊണ്ട് കൂക്കിളിച്ചോണ്ട് ഓടി. പടക്കം എന്റെ ഏട്ടൻ എന്ത് കാണിക്കുന്ന, ഇപ്പൊ കൈ പോയാനല്ലോ. മിക്കവാറും എന്റെ ദേഹത്തെടുത്തിട്ട് ആടി വാവേ. പൊട്ടിത്തെറിയുന്നല്ലോ ഒന്നോ. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഇഞ്ചക്ഷനാണ്, ഇതും കൂടി എടുത്താൽ മതി. അപ്പം കയ്യിലൊരു ട്യൂബ് ഇട്ടിട്ടാണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കുന്നതും ബ്ലഡ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ആവിയും കൂടെ കൊടുക്കണമായിരുന്നു. ശ്വാസം വിടാനൊന്നും അപ്പോൾ വൈശുവിന് പനിയൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട് മാറി. നമ്മളല്ലേ ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പം ആരും പേടിക്കണ്ട, വൈശുവിന് ഇപ്പോഴല്ല വയ്യാണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.